തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം. പുലർച്ചെ 3:55-നാണ് പ്രകമ്പനമുണ്ടായത്. കുന്നംകുളം, എരുമപ്പെട്ടി, വേലൂർ, വടക്കാഞ്ചേരി, തൃത്താല, തിരുമറ്റിക്കോട് മേഖലകളിൽ ഭൂമി കുലുങ്ങിയതായി അനുഭവപ്പെട്ടു. ഇന്നലെ ഉണ്ടായതിനു പുറമെ ഇന്ന് പുലർച്ചെ 3:55-നും കുന്നംകുളത്തിനപ്പുറത്ത് എരുമപ്പെട്ടി, വേലൂർ എന്നിവിടങ്ങളിലും പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിലും ഒരു ഭൂകമ്പം അനുഭവപ്പെട്ടു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ആദ്യമുണ്ടായിട്ടുള്ള ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 3 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 വരെ രേഖപ്പെടുത്തിയ ചലനങ്ങളെ പൊതുവായിട്ട് വരികയുള്ളൂ. എന്നാൽ ഇന്ന് പുലർച്ചെയുള്ള ചലനം റിക്ടർ സ്കെയിലിൽ 3-ൽ വളരെ താഴെയാണെന്നുള്ളത് കൊണ്ടായിരിക്കും ആരും അറിയാതെ പിന്നെ വലിയ റിയാക്ഷനില്ലാതെ പോയത്. ഇത് തന്നെ ഭൂമിക്ക് താഴത്തേക്ക് 7 കിലോമീറ്റർ വ്യത്യാസത്തിലുണ്ടായതുകൊണ്ടാണ് ഇത്രയെങ്കിലും അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു 10 കിലോമീറ്റർ താഴെയാണ് ഈ ചലനം ഉണ്ടാകുന്നതെങ്കിൽ ഒരു പക്ഷേ റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയിട്ടുള്ള ചലനം അങ്ങനെ ഒരു പിന്നെ ആ വിധത്തിലുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. സാധാരണ നിലയിൽ ഈ ദേശമംഗലത്ത് നിന്ന് ആരംഭിച്ച് ഏതാണ്ട് ഇടുക്കി വരെ പോകുന്ന ഒരൊറ്റ സ്കെയിലാണ്, ഒരു പ്രത്യേക ഭൂഗർഭ അറയാണ്. അവിടെ ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ 1 to 10 ഇതിൻ്റെ ഒരു അളവുകോൽ. 3-ന് മുകളിൽ വരുമ്പോഴാണ്, 5-ന് മുകളിൽ വന്നാലാണ് കുറച്ചുകൂടി ഗൗരവമായിട്ടുണ്ടാവുക. അപ്പോൾ അത് അത്രമാത്രം ഭീകരമായൊരു ചലനമല്ല. ഇന്നലെ രാവിലെയും ഈ മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. വലിയ മുഴക്കം കേട്ടുവന്നാണ് നാട്ടുകാർ പറയുന്നത്. തൃശൂരിലെ വടക്കൻ മേഖലകളിലാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. കുന്നംകുളം, ചൂണ്ടൽ, വരവൂർ, എരുമപ്പെട്ടി എന്നിവിടങ്ങളിലാണ് ഭൂചലനമുണ്ടായത്. തൃശൂർ നഗരത്തിലും അത്താണിയിലും ഭൂമി കുലുങ്ങിയതായി അനുഭവപ്പെട്ടു. ഭൂചലനം ഏതാനും സെക്കൻഡുകളോളം നീണ്ടുനിന്നു. പാലക്കാട് ജില്ലയിലെ തൃത്താല, തിരുമറ്റിക്കോട്, ആനക്കര തുടങ്ങിയ പ്രദേശങ്ങളിലും പ്രകമ്പനമുണ്ടായി. ഓങ്ങല്ലൂർ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. നാശനഷ്ടമുണ്ടായെങ്കിൽ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ ഉടൻ വിവരം അറിയിക്കണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലാണ് ഭൂചലനമുണ്ടായത്. ഇന്നലെ രാവിലെ 8:15-നും 2 ജില്ലകളിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു.